നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരളത്തിലെ റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും കുടുംബശ്രീ അംഗങ്ങൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ട നിരവധി വാർത്തകളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. റേഷൻ കാർഡ് പരിശോധനയിൽ വലിയ നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഓണക്കാലത്ത് സൗജന്യ ഓണക്കിറ്റിന്റെ വിതരണം ആരംഭിക്കുകയാണ്. അതുപോലെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന രീതിയിലും വലിയ മാറ്റമാണ് വരുന്നത്. അതേസമയം മാലിന്യ സംസ്കരണ രംഗത്ത് കുടുംബശ്രീയുടെ ഹരിതകർമ്മ സേന കേരളത്തിൽ പുതിയ റെക്കോർഡ് നേട്ടവും കൈവരിച്ചിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഈ 4 പ്രധാന കാര്യങ്ങളും വിശദമായി പരിശോധിക്കാം. ആദ്യം റേഷൻ കാർഡ് സംബന്ധിച്ച ഏറ്റവും പുതിയ വാർത്തയിലേക്ക് വരാം. റേഷൻ കാർഡ് 86,000-ലധികം പേരുടെ പട്ടിക പരിശോധിക്കുന്നുണ്ട്. അതിൽ കേരളത്തിൽ മുൻഗണനാ വിഭാഗത്തിലുള്ള റേഷൻ കാർഡുകളുടെ അർഹത സംബന്ധിച്ച് പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങൾ നടത്തിയ പരിശോധനയിൽ അർഹതയില്ലാത്തവരായി കണ്ടെത്തുന്ന ആളുകളെ മുൻഗണനാ റേഷൻ കാർഡ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടികളാണ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ആദായ നികുതി റിട്ടേൺ, അതായത് ITR ഫയൽ ചെയ്യുന്നവരുടെ വിവരങ്ങളും പരിശോധിക്കുന്നുണ്ട്. 86,000-ലധികം പേരെ സംബന്ധിച്ച് നടപടികൾ സ്വീകരിക്കുന്നതായാണ് ലഭിക്കുന്ന വിവരം. ഇവിടെ റേഷൻ കാർഡ് ഉടമകൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. റേഷൻ കാർഡ് ലഭിച്ച സമയത്ത് ഒരാൾ അർഹനായിരുന്നെങ്കിലും പിന്നീട് സാമ്പത്തിക സാഹചര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിലവിലെ അർഹത വീണ്ടും പരിശോധിക്കപ്പെടും. അതുകൊണ്ട് തന്നെ റേഷൻ കാർഡിലെ വിവരങ്ങൾ കൃത്യമാണോ എന്ന് ഓരോ കുടുംബവും പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് വരുമാനം, കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ, മറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾ എന്നീ വിവരങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട സംവിധാനങ്ങളിൽ അത് ശരിയാക്കേണ്ടതുണ്ട്. സൗജന്യമായോ കുറഞ്ഞ നിരക്കിലോ ലഭിക്കുന്ന റേഷൻ യഥാർത്ഥത്തിൽ അർഹരായ കുടുംബാംഗങ്ങൾക്ക് ലഭ്യമാകുക എന്നതാണ് ഇത്തരം പരിശോധനയുടെ പ്രധാന ലക്ഷ്യം. അതിനാൽ റേഷൻ കാർഡ് റദ്ദാക്കുമെന്ന് ഭയപ്പെടുന്നതിനേക്കാൾ തങ്ങളുടെ കുടുംബം നിലവാര സാധ്യതകൾ, അതുപോലെ മാനദണ്ഡങ്ങൾ പ്രകാരം അർഹതമാണോ എന്നത് പരിശോധിക്കേണ്ടത് അത്രയും അനിവാര്യമായ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇനി കേരളത്തിലെ കുടുംബങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഓണക്കിറ്റ് സംബന്ധിച്ച വിവരമാണ്. ഓണക്കാലത്തെ ഭക്ഷ്യവിതരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വിവിധ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അന്ത്യോദയ അന്ന യോജന, അതായത് AAY വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ ഓണക്കിറ്റ് വിതരണം ആരംഭിക്കുന്നതാണ് പ്രധാന വാർത്ത. ഓഗസ്റ്റ് 10 മുതൽ കിറ്റിന്റെ വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം മറ്റു വിഭാഗങ്ങളിലുള്ള റേഷൻ കാർഡ് ഉടമകൾക്കും ഓണക്കാലത്ത് വിവിധ സബ്സിഡി ആനുകൂല്യങ്ങളും പ്രത്യേക അരി വിതരണവും ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകും. അതായത് മഞ്ഞ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും മറ്റ് കാർഡ് വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഓരോ കാർഡ് വിഭാഗത്തിനും സർക്കാർ നിശ്ചയിക്കുന്ന ആനുകൂല്യങ്ങളാണ് ലഭിക്കുക. അതിനാൽ റേഷൻ കാർഡ് ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് പരിശോധിച്ച് അതിനനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഓണക്കാലത്തെ വിപണി ഇടപെടലുകളുടെ ഭാഗമായി സംസ്ഥാനത്തെ പ്രത്യേക നഗരങ്ങളിൽ ഓണം ട്രേഡ് ഫെയറുകളും തുടക്കം കുറിക്കുകയാണ്. ഓഗസ്റ്റ് 8 മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ, അതായത് ഇന്ന് മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ ഓണം വിപണികൾ ആരംഭിക്കുന്നതാണ്. ഓണക്കാലത്ത് സാധനങ്ങളുടെ വില നിയന്ത്രിക്കുന്നതിനും പൊതുജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനും ഇത്തരം വിപണികൾ പ്രാധാന്യമാകുന്നുണ്ട്. വിപണിയിൽ സാധനങ്ങളുടെ വില ഉയരുന്ന സാഹചര്യത്തിൽ പൊതുവിപണിയേക്കാൾ കുറഞ്ഞ വിലയിൽ ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ഇത്തരം സർക്കാർ ഇടപെടലുകളുടെ പ്രധാന ഉദ്ദേശം. അതിനാൽ ഓണക്കാലത്ത് സാധനങ്ങൾ വാങ്ങുന്നവർ സമീപത്തെ സർക്കാർ നിയന്ത്രിത വിപണികളിലും സപ്ലൈകോയുടെ വിപണികളിലും ലഭിക്കുന്ന നിരക്കുകൾ പരിശോധിക്കുന്നത് നല്ലതാണ്. ഇനി കേരളത്തിലെ ലക്ഷക്കണക്കിന് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരത്തിലേക്ക് വരാം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്ന രീതിയിൽ വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. നിലവിൽ വിവിധ സഹകരണ സ്ഥാപനങ്ങൾ വഴിയും മറ്റ് പെൻഷൻ വിതരണം ചെയ്യുന്ന സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇനി ക്ഷേമ പെൻഷൻ നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുന്ന DBT സംവിധാനത്തിലൂടെയാണ് കൂടുതൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. ഇതിലൂടെ ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് പെൻഷൻ തുക എത്തും. ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകൾക്ക് ഇതിൽ വലിയ പ്രാധാന്യമുണ്ട്. ഇത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പെൻഷൻ വാങ്ങുന്നവർ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. പെൻഷൻ ഗുണഭോക്താക്കൾ തങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സജീവമാണെന്ന് ഉറപ്പാക്കണം. ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ബാങ്ക് അക്കൗണ്ടിലെ പേര്, ആധാറിലെ പേര്, പെൻഷൻ രേഖകളിലെ പേര് എന്നിവയിൽ വ്യത്യാസമുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട സാഹചര്യം ഉണ്ടാകാം. ബാങ്ക് അക്കൗണ്ട് നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട രേഖകളിൽ അത് അപ്ഡേറ്റ് ചെയ്യണം. നാളുകളായി ഉപയോഗിക്കാത്ത ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ അക്കൗണ്ട് സജീവമാണോ എന്ന് പരിശോധിക്കുക.
അങ്ങനെയാണെങ്കിൽ സജീവമല്ല എന്നുണ്ടെങ്കിൽ ആധാർ കാർഡ്, പാൻ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് റീവെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് പ്രായമായ പെൻഷൻ ഗുണഭോക്താക്കൾ ഈ കാര്യത്തിൽ കുടുംബാംഗങ്ങളുടെ സഹായം തേടുന്നത് നല്ലതാണ്. കാരണം DBT സംവിധാനത്തിലേക്ക് മാറുമ്പോൾ ബാങ്ക് അക്കൗണ്ട് സംബന്ധമായ വിവരങ്ങൾ കൃത്യമായിരിക്കണം. ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് ഓണക്കാലത്ത് 2 ഗഡു ക്ഷേമ പെൻഷൻ ഒരുമിച്ച് ലഭിക്കുമോ എന്നുള്ളത്. ഓണക്കാലത്തെ സാമ്പത്തിക സഹായമായ ഒന്നിലധികം ഗഡുക്കൾ മുൻകൂറായി നൽകുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നതായ റിപ്പോർട്ടുകളുണ്ട്. മുൻ വർഷങ്ങൾ നോക്കിയാൽ 2 ഗഡുക്കൾ ഒരുമിച്ച് തന്നതായി കണക്കുകളുമുണ്ട്. ഇത് നടപ്പിലാക്കിയാൽ ഗുണഭോക്താക്കൾക്ക് ഓണക്കാലത്ത് കൂടുതൽ തുക കയ്യിൽ ലഭിക്കാൻ സഹായകരമാകും. എന്നാൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, 2 ഗഡു ഒരുമിച്ച് നൽകുന്നതിനെക്കുറിച്ച് അന്തിമ സർക്കാർ ഉത്തരവ് വരുന്നതുവരെ അത് ഉറപ്പായ തീരുമാനമായി കാണരുത്. സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന തുക, തീയതി, ഏത് മാസങ്ങളിലാണ് പെൻഷൻ മുൻകൂറായി നൽകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് അന്തിമമായി പരിഗണിക്കേണ്ടത്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോ വാർത്തയും വിശ്വസിക്കുന്നതിന് മുൻപ് ഔദ്യോഗിക അറിയിപ്പുകൾ പരിശോധിക്കുക. ഇനി മറ്റൊരു പ്രധാന വാർത്തയാണ് മാലിന്യ സംസ്കരണ രംഗത്ത് കുടുംബശ്രീയുടെ ഹരിതകർമ്മ സേന വലിയ നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ 8,62,95,723 മെട്രിക് ടൺ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ചതായാണ് കണക്ക്. ഇത് വളരെ വലിയ അളവാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്, അതായത് 3,61,06,723 മെട്രിക് ടണ്ണിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വിവിധ പ്രദേശങ്ങളിൽ നിന്നും വേർതിരിച്ച് ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങളിൽ അളവിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 37,481 സ്ത്രീകൾ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നുണ്ട്. ഇവർ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതും വേർതിരിക്കുന്നതും പിന്നീട് ബന്ധപ്പെട്ട സംവിധാനത്തിലേക്ക് കൈമാറുന്നതും ചെയ്യുന്നു. ഇത് വെറും മാലിന്യ ശേഖരണ ജോലി മാത്രമല്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. സംസ്ഥാനത്താകെ 4,438 പ്രാദേശിക യൂണിറ്റുകളിലായി ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം വ്യാപിച്ചു കിടക്കുന്നു. അതുപോലെ മാലിന്യത്തിൽ നിന്നും 11.49 കോടി വരുമാനം ലഭിച്ചു കഴിഞ്ഞു. ഇനി ഓരോ കുടുംബവും ചെയ്യേണ്ടത്, ഇവിടെ പൊതുജനങ്ങളുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹരിതകർമ്മ സേന വീട്ടിലെത്തുമ്പോൾ മാലിന്യം വേർതിരിച്ച് നൽകുക. ജൈവ മാലിന്യവും അജൈവ മാലിന്യവും ഒരുമിച്ചിടരുത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അലക്ഷ്യമായി റോഡരികിലേക്കും പൊതുസ്ഥലങ്ങളിലേക്കും ഉപേക്ഷിക്കരുത്. മാലിന്യം കത്തിക്കുന്ന ശീലം ഒഴിവാക്കുക. വീട്ടിൽ തന്നെ പരമാവധി മാലിന്യം കുറയ്ക്കുകയും പുനരുപയോഗിക്കുകയും ചെയ്യുക. ഇങ്ങനെ ഓരോ കുടുംബവും ചെയ്യുന്ന മാറ്റം വരുത്തിയാൽ കേരളത്തിൽ മാലിന്യ സംസ്കരണ സംവിധാനത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. ഓരോ പഞ്ചായത്തിലാണെങ്കിൽ 50 രൂപയും അതുപോലെ തന്നെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റിയിലെല്ലാം 100 രൂപയുമാണ് ചാർജ് ഈടാക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങളിൽ പ്രത്യേക ഫീസുമാണ് ഈടാക്കുന്നത്. ഇപ്പോൾ ഹരിതകർമ്മ സേനയുടെ ആ യൂസർ ഫീസിന്റെ കാര്യങ്ങളുടെ ഒരു സ്ലിപ്പില്ല എന്നുണ്ടെങ്കിൽ കട ലൈസൻസ് പോലും റദ്ദാക്കുന്ന നടപടികളുണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യമായി തന്നെ ഹരിതകർമ്മ ഫീസ് അടയ്ക്കുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തൂ. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.